ഇദ്ദേഹമാണ് മിസ്റ്റർ ഫ്രെഡി. എല്ലാവർക്കും അറിയാം. കേരള സ്റ്റോറി എന്ന സിനിമയുടെ പേര് മാറ്റാനായിട്ടോ അതിന്റെ റിലീസ് തടയാനായിട്ടോ ഒക്കെ പുള്ളി ആത്മാർത്ഥമായൊരു ശ്രമം നടത്തി. അപ്രീഷ്യബിൾ ആണത്. കാര്യം നമ്മുടെ കേരളത്തിനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പേര് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് മുസ്ലിം പയ്യന്മാർ ഹിന്ദു പെൺകുട്ടികളെ മനഃപൂർവ്വം പ്രണയം നടിച്ച് മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നുണ്ട് എന്നൊരു കഥ വരുമ്പോൾ, അങ്ങനെയുള്ളൊരു നാടാണ് കേരളം എന്നൊരു ഇമേജ് വരുമല്ലോ. അപ്പോൾ അതിനെതിരെയുള്ള പുള്ളിയുടെ ആ ഒരു പ്രയത്നത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ പ്രതികരിക്കേണ്ടിയിരുന്നത് നമ്മളൊരു 8-10 കൊല്ലം മുമ്പായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റോറിക്ക് സ്റ്റേ വന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് പൊതുവെ സംഘികളെ ഇഷ്ടമല്ല, സംഘപരിവാറിന് ഇഷ്ടമല്ല, വർഗീയവാദം, കൊണാണ്ടർ, ഇതൊക്കെ തന്നെ, ജാതീയത, ഇതൊക്കെ തന്നെയാണ് പുള്ളിയുടെ സ്ഥിരം ടോപ്പിക്ക്. പിന്നെ ഈ ജാതീയതയൊക്കെ ഇല്ല എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമല്ല. സംഘം അതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് അതെല്ലാം ഇല്ലാതാക്കി ഇനിയും ആ പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ വെച്ചുകൊണ്ട് ജാതികൾക്കിടയിൽ സ്പർദ്ധ വളർത്തുക, വിദ്വേഷം വളർത്തുക എന്നിവ ഒഴിവാക്കുക എന്നതാണ് സംഘം പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഒന്നും ഇവരോട് പറയേണ്ട ആവശ്യമില്ല. സംഘം അതിൻ്റെതായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ വലിയ തെളിവാണ് പണ്ട് 1% പോലും വോട്ട് പെർസെൻറ്റേജ് ഇല്ലായിരുന്ന കേരളത്തിൽ ഇന്ന് 18% വോട്ട് പെർസെൻറ്റേജ് എത്തി എന്നൊക്കെ പറയുമ്പോൾ വളരെ വലിയ അഭിനന്ദനാർഹമാണ്. ഇവരൊക്കെ വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. BJP എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ BJP ഒരിക്കലും അധികാരത്തിൽ വരാത്തത് ഞങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കോമൺ സെൻസ് വെച്ച് നമുക്കറിയാമല്ലോ, കേരളത്തിൽ 2 പ്രധാന ദേശീയ പാർട്ടികളുണ്ട്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു പാർട്ടി പ്രത്യയശാസ്ത്രത്തിൽ പോകുന്ന ഒരു പാർട്ടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു നേതാവ്, ഇൻക്ലൂഡിങ് ഇപ്പൊ പിണറായി വിജയൻ ആയാലും ശരി, കോൺഗ്രസിലെ BD സതീശനായാലും ശരി, BJPയിലെ രാജീവ് ചന്ദ്രശേഖർ ആയാലും ശരി, ഇവർക്കൊക്കെ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ, ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചാൽ ഉടനെ അവരെ അങ്ങ് പുറത്താക്കിയാൽ മതി. ബാക്കി പാർട്ടിയും അതിന്റെ പ്രത്യയശാസ്ത്രം ഇവിടെ തന്നെ നിലനിൽക്കും, അണികളും അതിന്റെ കൂടെ തന്നെ നിൽക്കും. ഈ സിംഗിൾ മാൻ പാർട്ടി ഉണ്ടല്ലോ, നമ്മുടെ ജയലളിത, ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ്, സ്റ്റാലിൻ, ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ആള് ചത്തുപോയി കഴിഞ്ഞാൽ പാർട്ടി അതോടുകൂടി ഛിന്നാഭിന്നമായി പോകും. സിംഗിൾ ലീഡർഷിപ്പിലുള്ള ഒരു പാർട്ടി അല്ലാതെ 2 ദേശീയ പാർട്ടികൾ, 2 പ്രത്യയശാസ്ത്ര പാർട്ടികൾ ഈ നാട്ടിൽ ഉള്ളത് കൊണ്ട് അതിനെ കവർ ചെയ്ത് വരിക, അവർ രണ്ടുപേരും നല്ല പവർഫുൾ ആയി നിൽക്കുന്നു, അതിനെ കവർ ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് മാത്രം വർഷങ്ങളായിട്ട് അരിവാൾ ചുറ്റിക്കും കൈക്കും വോട്ട് ചെയ്യുന്ന പല ആൾക്കാർക്കും, പ്രായമായവർക്കും അതൊരിക്കലും മാറ്റി ചെയ്യാൻ കഴിയില്ല. ഇൻക്ലൂഡിങ് അവരുടെ മനസ്സിൽ അതുണ്ടെങ്കിലും മാറ്റി ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർ വോട്ടിംഗ് മെഷീൻ്റെ അടുത്തെത്തുമ്പോൾ അവരങ്ങ് കുത്തും, കൈപ്പത്തിക്ക് അരിവാൾ ചുറ്റിയെങ്കിൽ. പക്ഷേ വരുന്ന തലമുറകളിലേക്ക് ആൾക്കാർ മാറി മാറി വരുന്നുണ്ട് എന്നത് വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ അതൊന്നും ഇവർക്കറിയില്ല. ഇപ്പൊ പുള്ളി പരമപവിത്രമതാമി മണ്ണിൽ സംഘികളുടെ ഒരു ഐക്കൺ സോങ് ആണത്. എവിടെയായാലും അവരത് പാടും. വളരെ രാജ്യത്തോടുള്ള സ്നേഹം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സോങ് ആണ്. അപ്പൊ അതിനെ പുള്ളി എടുത്തിട്ട് വിമർശിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചൊന്ന് കണ്ടു നോക്കൂ. പരമപവിത്രമാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. അതായത് ഭാരതാംബ 1905 അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രത്തോടെയാണ് ഇതിനൊരു കോൺസെപ്റ്റ് ഡെവലപ്പായത്. അന്നത് ബംഗാൾ മാതയായിരുന്നു. പിന്നീട് മൊത്തത്തിൽ അതൊരു ഭാരതമാതയാക്കി. അത് ഇതല്ല, വേറൊരു സാധനമാണ്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് കേരളം ഇല്ല ഗൈസ്. കേരളം 1956 കേരളം ഉള്ളത്. അന്ന് കേരളം അറിയാലോ, പല വേറെ രാജ്യങ്ങളാണ്. തിരുവിതാംകൂർ, കൊച്ചി, പിന്നെ മലബാർ നമ്മുടെ ബ്രിട്ടീഷ് ടീമിന്റെ ഈ അവസ്ഥയിലായിരുന്നു കേരളം. അപ്പൊ ഈ കോൺസെപ്റ്റ് ഉണ്ടായ സമയത്ത് ഇതായിരുന്നു കേരളത്തിന്റെ അവസ്ഥ. ഈ പാട്ട് മലയാളത്തിൽ തന്നെയാണ്, വേറെ ഭാഷയിലുണ്ടോന്ന് എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അടുത്ത വരി ഇതിലും ഗംഭീര. ഇലയും ഇതളും പൂവും മുട്ടും ഇറുതെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. പാട്ടിന്റെ പല സ്റ്റാൻസുകൾ എടുത്ത് അതുമായി ബന്ധമില്ലാത്ത വേറെ കുറെ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ക്ഷേത്രത്തിൽ പോലും കയറാൻ ഇവിടത്തെ പിന്നോക്ക ജാതിക്കാരെ, അതായത് എന്റെയൊക്കെ പൂർവികരെ സമ്മതിച്ചിരുന്നില്ല. സത്യത്തിൽ അത് ശരിയാണ്. സവർണ ക്ഷേത്രങ്ങളിൽ കയറാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അവരവരുടേതായ കുലദൈവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടേതായ ക്ഷേത്രങ്ങൾ. അപ്പോൾ നമ്മൾ വളരെ പാവപ്പെട്ടവർ, അപ്പൂപ്പനൊക്കെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്നവർ, അവർക്കുള്ള വരുമാനം എന്തുണ്ടാവും? നമ്മൾ ഈ കാന്താര സെറ്റപ്പിലുള്ള അമ്പലങ്ങളൊക്കെ ആയിരിക്കും, ചെറിയൊരു ആൾത്തറയും അവിടെ ഒരു കല്ലിൽ പൂജ ചെയ്യുന്ന. അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന ഒരു ആൾക്കാർ തന്നെയാണ്. പിന്നെ നോക്കും വലിയ ക്ഷേത്രങ്ങൾ, ശിവൻ, വിഷ്ണു, ഗണപതി ഒക്കെ ഉള്ള വലിയ ക്ഷേത്രങ്ങൾ, അവിടേക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവിടെയെല്ലാം നവോത്ഥാനങ്ങൾ നടന്ന് നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിലെത്തി. അപ്പൊ ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്തിയിട്ട് നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് മാത്രമല്ല, ഇവർ പറയുന്ന ഇംഗ്ലണ്ട്,
യൂറോപ്പ്, ഇംഗ്ലണ്ടിൽ എന്തെല്ലാം കാസ്റ്റ് സിസ്റ്റം നിലവിൽ നിന്നിരുന്നു. നമ്മുടെ കേരളത്തിൽ ഈ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ചില കാസ്റ്റിൽപ്പെട്ട, എസ്പെഷ്യലി ചാന്നാർ കാസ്റ്റിൽപ്പെട്ട തിരുവിതാംകൂർ ഭാഗത്തേക്കുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആദ്യം അവർ ധരിച്ചിരുന്നില്ല, പിന്നെ അത് ധരിക്കരുതെന്നാക്കി, പിന്നെ അതിന് കരമാക്കി, ഒന്നും പറയേണ്ട, ആകെ വേളമായി. ഒടുവിൽ അത് വലിയൊരു പ്രക്ഷോഭത്തിലൂടെ അത് നേടിയെടുത്തു. അതിനുള്ള മാറുമറയ്ക്കാനുള്ള അവകാശം നേടിയെടുത്തു. എന്ത് പറയാൻ, വിവരക്കേട് തന്നെ. സവർണരുടെ അത് തന്നെ, അവർണരുടെ അത് തന്നെ. ഇതിനിടയിൽ വിവരത്തോടു കൂടിയും വിവേകത്തോടു കൂടിയും പെരുമാറിയ ആൾക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ ഇംഗ്ലണ്ടിൽ പക്ഷേ ഈ പരിപാടി നടക്കൂല, നല്ല തണുപ്പും മഞ്ഞുമാണ്. അതുകൊണ്ട് ഈ ഡ്രസ്സിലാണ് നടക്കുന്ന കലാപരിപാടി നടക്കൂല. പക്ഷേ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ, സ്ലേവുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോ പുള്ളി തള്ളിക്കളയാൻ കഴിയില്ല. ജർമ്മനി, യൂറോപ്പിൽ മൊത്തം നിലനിന്നിരുന്നതാണ്. ഈ സ്ലേവായി പിടിച്ചുകൊണ്ട് വരുന്ന സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആ ഭാര്യയെ ചിലപ്പോൾ ഈ പ്രഭു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യും. ചോദിക്കാനും പറയാനൊന്നുമില്ല. ചിലപ്പോൾ ഈ പ്രഭു അവരെ വേറൊരുത്തനും വിറ്റൊന്നും വരും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വളരെ മോശപ്പെട്ട ഒരു കാസ്റ്റ് സിസ്റ്റം നിലനിന്നിരുന്ന നാട് തന്നെയാണത്. അതൊക്കെ കഴിഞ്ഞ് അവിടെ 14-ാം നൂറ്റാണ്ടിൽ അവിടെ നവോത്ഥാനം നടന്നതുകൊണ്ട് ഇപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ എത്തിയപ്പോൾ അവർക്ക് കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ടു. നമ്മൾ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നവോത്ഥാനം വളരെ വേഗതയിൽ നടക്കുന്നത്. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ ഒരു വലിയ നാഴികക്കല്ലാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഇതൊക്കെ വലിയ വലിയ നാഴികക്കല്ല്. ഒടുവിൽ 1937 ക്ഷേത്രപ്രവേശന വിളംബരം, അതും ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ വളരെ വലിയൊരു വിപ്ലവകരമായ തീരുമാനങ്ങളായിരുന്നു. ഇതിന്റെ പേരിൽ നമ്മൾ പക വെച്ച് പുലർത്തണമെങ്കിൽ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഹിന്ദുക്കളിൽ തന്നെ നായരാണോ നമ്പൂരിയാണോ സവർണനാണോ അവർണനാണോ നോക്കാതെ തലകൾ അരിഞ്ഞു തള്ളുകയും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യുകയും ചെയ്ത മുസ്ലിം രാജവംശത്തിലുള്ള ഒരുപാട് പേര് രാജ്യം ഭരിച്ചിരുന്നു. അപ്പോൾ ഫ്രെഡിയിലേക്ക് ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നും നമ്മൾ സവർണനോട് ദേഷ്യം വെച്ച് പുലർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടും ദേഷ്യം വെച്ച് പുലർത്തണ്ടേ, ആരോടും പക വെച്ച് പുലർത്തണ്ട എന്നാണ് എൻ്റെ ഒരു മെന്റാലിറ്റി. അവർ നമുക്ക് നല്ലത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറെ പേര് ഇപ്പുറത്തൂടെ വരും. അക്ബർ അത് ചെയ്തു, ഔറംഗസീബ് മറ്റേത് ചെയ്തു, ടിപ്പു സുൽത്താൻ മറ്റേത് ചെയ്തു. അങ്ങനെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ മന്നത്ത് പത്മനാഭൻ ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ സവർണ കാസ്റ്റിൽപ്പെട്ട എത്രയോ പേർ അവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. ഇതും അതിന്റെ കൂടെ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ അത് പറയാൻ പാടില്ല. അവർണർക്ക് വേണ്ടി പ്രവർത്തിച്ച് പറയാൻ പാടില്ല. പകരം ഈ ടിപ്പു സുൽത്താനും മുഗൾ രാജവംശവും നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും പൊട്ടുംപൊടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന നന്മയേ ഉള്ളു കേട്ടോ. ബാക്കി ഈ 300 വർഷത്തെ ഭരണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ തെമ്മാടിത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് മുഗൾ രാജവംശവും ടിപ്പു സുൽത്താൻ്റെതും സുൽത്താനേറ്റ് ഭരണ കാലഘട്ടങ്ങളെല്ലാം തന്നെ. പിന്നെ പുള്ളിയുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കേരളം തന്നെ 3 നാട്ടുരാജ്യമായിരുന്നു. അത് എങ്ങോട്ടാ വിരൽ ചൂണ്ടുന്നത്? ഇന്ത്യ തന്നെ എത്രയോ നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഈ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് എത്ര നാട്ടുരാജ്യങ്ങളായിരുന്നു? ഇനി പോട്ടെ, ഈ യൂറോപ്പിൽ തന്നെ ഇപ്പൊ ജർമ്മനി എടുത്താൽ എത്ര രാജ്യങ്ങളുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ കിഴക്കൻ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും ഒക്കെ ആയിട്ട് മാറിയത്. അത് തന്നെ ഈ അടുത്തങ്ങാണ്ട് 10-50 വർഷം മുമ്പാണ് അത് ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതുപോലെ തന്നെ അതിനു മുമ്പൊക്കെ ഈ ജർമ്മനിയൊക്കെ എത്രയോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിരുന്നു. ഫ്രാൻസ് എത്രയോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിരുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി കിടന്ന് കൂടിച്ചേർന്നാണ്. നമ്മളെന്താ പറയുന്നത്? നമ്മളിവിടെ സാമൂതിരി രാജവംശം ആയാലും ഇനിയിപ്പോ കൊച്ചി രാജാവായാലും ഇനി തിരുവിതാംകൂർ രാജവംശം ആയാലും നമ്മളെല്ലാവരും ഒരേ കൾച്ചറായിരുന്നു. നമുക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. വർണ്ണാശ്രമ സിദ്ധാന്തം ഇവരുടെ വഴിക്ക് തന്നെ നമുക്ക് കാര്യങ്ങൾ വിടാനേ. വർണ്ണാശ്രമ സിദ്ധാന്തം നിലനിന്നിരുന്നു. നമ്മൾ ബഹുദൈവ വിശ്വാസികളായിരുന്നു. നമ്മൾ വിഗ്രഹാരാധകരായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കലാരൂപങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തന്നെ സെയിം ആയിരുന്നു. ഏറെക്കുറെ നമ്മളൊക്കെ ആരാധിക്കുന്ന ദൈവങ്ങളും സെയിം ആണ്. പേരുകൾ മാത്രം മാറി മാറി വരും. നമ്മളിവിടെ ശ്രീ കുറുമ്പ എന്ന് പറഞ്ഞ് നമ്മളൊരു ദേവിയെ ആരാധിക്കുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കൊട്രവൈ എന്ന് പറയുന്ന ദൈവമായിട്ട് മാറും. അങ്ങനെ ഇങ്ങനെ പല പേരുകളിൽ മുരുകൻ, ഗണപതി, ശിവൻ, വിഷ്ണു, അതിൻ്റെയൊക്കെ അവതാരങ്ങൾ, ദേവികളുടെയൊക്കെ പല പല രൂപങ്ങൾ. മധുരയിലെ കണ്ണകി നമ്മളിവിടെ ആറ്റുകാലമ്മയാകും, പിന്നെ കൊടുങ്ങല്ലൂർ അമ്മയായിട്ട് മാറും. അങ്ങനെ 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 പല പല പേരുകളിൽ പല പല രീതികളിൽ നമ്മളെല്ലാവരും ബഹുദൈവ വിശ്വാസികളും വളരെ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു വലിയൊരു സംസ്കാരവുമായിട്ട് നമ്മൾ ടെഹ്റാൻ മുതൽ തായ്ലാന്റ് വരെയും ടിബറ്റ് മുതൽ കന്യാകുമാരി വരെ ഉണ്ടായിരുന്നു. രാജാക്കന്മാർ നാട് ഭരിക്കുന്നതിനും അടക്കി വാഴുന്നതിനും വേണ്ടിയിട്ട് അവർ ഈ നാടിനെ രാജ്യങ്ങളായി വിഭജിച്ചിരുന്നു എന്നേ ഉള്ളൂ. വി ആർ ഡിവൈഡഡ് ബൈ കിങ്സ് ഓർ ബൈ ദ റൂളേഴ്സ്, ബട്ട് വി ആർ യുണൈറ്റഡ് ബൈ കൾച്ചർ. അതൊക്കെ ഫ്രെഡിക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഈ സംഖ്യകൾക്ക് ഒരു ഇതില്ല. പിന്നെ പുള്ളി ഇപ്പം ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ പുള്ളി പറയുന്നു, ഞാൻ കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ പാലക്കാട് വരെയാണോ മലപ്പുറം വരെയാണോ എന്തോ പുള്ളി ഒരു റിയൽ കേരള സ്റ്റോറി യാത്ര നടത്തുന്നു. വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച എന്താണ് റിയൽ കേരള സ്റ്റോറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാവൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി തിരുവനന്തപുരം പാളയം
മസ്ജിദിനും പള്ളിക്കും അമ്പലത്തിനും മുമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലത്ത് വന്ന് കൊല്ലത്തെ നമ്മളുടെ 2018 മത്സ്യബന്ധന തൊഴിലാളികളെ നമ്മൾ സഹായിച്ച മത്സ്യബന്ധന തൊഴിലാളികൾ അവരെല്ലാം കണ്ട് അവിടെ നിന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, അങ്ങനെ നമ്മൾ ചൂരൽമലയിലെത്തും. അപ്പൊ റിയൽ കേരള സ്റ്റോറി യാത്രകൾ തുടങ്ങുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇത് നോർത്തിലെ ഒരു കാഴ്ചയാണ്. ഒരു സ്ത്രീ, ഒരു മുസ്ലിം സ്ത്രീയാണ്, പക്ഷെ അവരുടെ മകന് വയ്യ. അമ്മയ്ക്ക് കുഞ്ഞിന് വയ്യാണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഴിയെ പോണ ഏത് ദൈവത്തിനെ എൻ്റെ മോനെ ഭേദമാക്കി തരണേ എന്ന് പറഞ്ഞു. വളരെ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ഇതൊരു മുസ്ലിം സ്ത്രീ, അവർ നമ്മുടെ ക്ഷേത്രത്തിന്റെ തിടമ്പൊരു ആനപ്പുറത്തിരിക്കുമ്പോൾ എന്തൊരു ഭക്തിയോട് കൂടിയാണ് അവരത് നോക്കി നിൽക്കുന്നത്, അവരതിനെ പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ വളരെ വലിയൊരു കേരള സ്റ്റോറിയാണ്. ഇത് നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഇതാ ദഫ്മുട്ട് നടക്കുന്നു ക്ഷേത്രത്തിൽ. അതായത് മുസ്ലിങ്ങളുടെ കലാപരിപാടിയാണ് ദഫ്മുട്ട് എന്നുള്ളത്. നമ്മളവിടെ ഗഞ്ചറടി അതൊക്കെ ഉണ്ട്, എന്നാലും ഇത് ദഫ്മുട്ട് അവരുടെ തന്നെ കലാപരമായ കാര്യങ്ങൾ, അവരുടെ തന്നെ മാപ്പിള ഗാനങ്ങളിൽ നിന്നുള്ള വരികൾ, ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എത്ര മനോഹരമായ ആചാരം! അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ പോയി പള്ളിയിലേക്ക് പോകുന്ന വഴി, ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ പള്ളിയിൽ കമാനം വെക്കുന്നത്, പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ കേരള സ്റ്റോറി വന്നതിന് ശേഷം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന പെടാപ്പാട് ഇവിടെയാണ്. ഇപ്പോ ഒരു ക്ഷേത്രത്തിൽ നോമ്പുതുറ, ഇത് നമ്മളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഇതൊക്കെ പണ്ടേയുള്ള കാര്യങ്ങളാണ്. ക്ഷേത്രത്തിൽ നോമ്പുതുറ ഒരു വലിയ സന്തോഷമല്ലേ, എല്ലാവരും ഒരുമിച്ച് മതങ്ങൾക്ക് അതീതമായി മനുഷ്യർ നിൽക്കുന്ന ഒരു കാഴ്ച, വളരെ മനോഹരമായ കാഴ്ചയാണ്. പിന്നെ ഇത് പള്ളിയിൽ ഏതൊരു ഫംഗ്ഷൻ എവിടെയോ എത്തിയതാണ്. അപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. ഇറ്റ്സ് എ ഗ്രേറ്റ് വൺ. ഇതൊക്കെ വളരെ വലിയൊരു നമ്മുടെ കേരള സ്റ്റോറി ആയിട്ട് തന്നെ താങ്കൾക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഈ ക്ഷേത്രത്തിലെ ഗഞ്ചറടിയും കണ്ടുകൊണ്ട് നമ്മുടെ കുറച്ച് ആൾക്കാർ പള്ളിയിൽ ചെണ്ട അടിക്കാൻ പോയി. ചെറുതായിട്ട് മതസൗഹാർദ്ദം ഒന്ന് പാളിപ്പോയി. പിന്നെ ഇതുപോലെ തന്നെ ഒരു മുസ്ലിം സ്ത്രീ റനീഷ റഹ്മാൻ, സീരിയൽ നടിയാണ്. പുള്ളിക്കാരി ഒരു പൊങ്കാല ഇട്ടു ഭഗവതിക്കായിട്ട്, ആറ്റുകാൽ അമ്മയ്ക്ക് ഒരു പൊങ്കാല ഇട്ടു. പിന്നെ പൊങ്കാലയൊക്കെ പുള്ളിയുടെ മതത്തിലുള്ള ആൾക്കാർ പുള്ളിക്കാരിയുടെ പോസ്റ്റിൽ അങ്ങ് ഇടുകയായിരുന്നു. എന്നെ ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒരു 10 ദിവസം മുന്നേ നോമ്പിന്റെ ഇനീഷ്യൽ ടൈമിൽ ഒരു ചേച്ചിയുടെ, അവർക്ക് ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ്, അവര് ഒരു വീഡിയോ ചെയ്തു. അവരുടെ ലൈഫിലെ ഫസ്റ്റ് നോമ്പാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടു. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ. അപ്പൊ അതിന്റെ കമന്റ്സും നോക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ കേരളം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമന്റ്സ് ആണ് എല്ലാവരും. ഒരു നെഗറ്റീവ് പോലും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു 10 ദിവസത്തിന് ഇപ്പുറം ഞാനൊരു പൊങ്കാല ഇട്ടപ്പോ എന്തിനാണ് ഇത്രയും നെഗറ്റിവിറ്റി? ഇതിനെതിരെ ഒന്നും ഇയാൾ പ്രതികരിച്ച് ഞാൻ കണ്ടില്ല. പുള്ളിക്ക് പരമപവിത്രമതാമി മണ്ണിൽ. അതുപോലെ തന്നെ സംഘപരിവാറിന് ഭഗത് സിംഗ്, ഝാൻസി, ആ പാട്ടിലൊരു വരിയുണ്ട്, ഭഗത് സിംഗിനെ ഝാൻസി റാണിയൊക്കെ പുകഴ്ത്തിക്കൊണ്ട്. അപ്പൊ ഭഗത് സിംഗിനും ഝാൻസി റാണിക്കൊന്നും ഒന്നാമതേ ഇവരെ ഇഷ്ടമല്ലായിരുന്നു. ഭഗത് സിംഗും ഝാൻസി റാണി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ആദ്യം അടിച്ചേനെന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയാം, നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആരെയും തന്നെ നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇഷ്ടമല്ലാത്തത് ഗാന്ധിയിലും നെഹ്റുവിലും മാത്രം നിന്ന് കൊണയടിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ പറയുമ്പോൾ ഏകദേശം 1000 വർഷത്തെ അടിമത്വം പൃഥ്വിരാജ് ചൗഹാനിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ സുഭാഷ് ചന്ദ്രബോസിലും സർദാർ വല്ലഭായ് പട്ടേലിലും വരെ എത്തി നിൽക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ആ മൺമറഞ്ഞു പോയ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും ഉയർത്തിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് സംഘത്തിന്റെ ഉദ്ദേശം. ഇയാൾ പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ നിന്റെ പ്രശ്നം എന്താ അറിയോ? നീ ഇതല്ലേ ഐറ്റം. കൂടെ നിൽക്കുന്ന ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാഹിന കെ. പുള്ളിക്കാരി UAPA തീവ്രവാദ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന ആളാണെന്ന് നമുക്കറിയാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ റനീഷ റഹ്മാൻ നേരിട്ടിട്ടുള്ള ഈ മതവിദ്വേഷം, അല്ലെങ്കിൽ അവർ നേരിട്ട വർഗീയ ചെറ്റകൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തെ അപലപിക്കാൻ നിനക്ക് ചിലപ്പോൾ നട്ടലുണ്ടാവില്ല. നീ കേരള സ്റ്റോറി ഉണ്ടാക്കും, നീ ഒരു സൈഡല്ലേ ഉണ്ടാക്കുള്ളൂ. നേരെ ചൊവ്വേ പോകണം, എല്ലായിടത്തും പോകണം. ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇത്രയും സൗഹൃദങ്ങൾ ഈ നാട്ടിലുണ്ട് എന്ന്. പക്ഷെ അത് മാത്രമല്ല, ആ സൗഹൃദത്തിന്റെ പുറമെ മുതലെടുത്തുകൊണ്ട് കുറെ എണ്ണം ഇങ്ങനെ നടപ്പുണ്ട്. ഒരു പിതാവ് തന്റെ കുട്ടിക്ക് മദ്രസയിൽ പഠിച്ചപ്പോൾ നല്ല മാർക്ക് കിട്ടിയതിന് ആ പിതാവ് സന്തോഷപൂർവ്വം തന്റെ മകളുടെ ഫോട്ടോയും മാർക്ക് ലിസ്റ്റും കൂടെ ഇട്ടതാ. അതിനൊരുപാട് കടിപിടി പുള്ളിക്ക് കൊണ്ടു. നീ എന്തെങ്കിലും മിണ്ടാൻ ഒക്കുവോ? ആറ്റുകാൽ പൊങ്കാലയിൽ പോലും ഇതൊന്നും മിണ്ടാൻ പറ്റാത്ത നിങ്ങൾ പാളയം ഇമാമിന്റെ ഡയലോഗ് എടുത്തു വെച്ചിട്ട് ഇത് കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ മറ്റതും കേരളത്തിന്റെ ഒരു ഫേസ് ആണ്. തിരുവനന്തപുരത്ത് നല്ല താൻ യാത്ര തുടങ്ങുക. ആദ്യം താൻ കയറേണ്ടത് നിമിഷ ഫാത്തിമയാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത്.
കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അവിടെ ഒരാളുണ്ട് കാസർഗോഡ് പഠിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ഇപ്പൊ സിറിയയിൽ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കിടപ്പുണ്ട്. പിന്നെ സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ മറിയം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. വേണമെങ്കിൽ ആർഷവിദ്യാ സമാജവുമായി ബന്ധപ്പെട്ടാൽ ഏകദേശം 150ഓളം പെൺകുട്ടികളെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. പാവങ്ങളായി ഈ പോയ പെൺകുട്ടികളൊക്കെ താൻ പ്രണയക്കെണിയിലാണത്, അവരുടെ ഉദ്ദേശം ലിബറലിസം സെക്കുലറിസം ഒന്നും അല്ല, മതപരിവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിൽ നിന്നും ബന്ധനം പൊട്ടിച്ച് വന്ന ആൾക്കാരാണ്. ലവ് ജിഹാദോ നടക്കുന്നില്ല എന്ന് വാദിക്കുന്നവർ ആഭ്യന്തര വകുപ്പിന്റെ ഈ ഔദ്യോഗിക കണക്കുകൾ ഒന്ന് കാണണം. ഇത് വെറും ആരോപണമല്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തന്നെ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന സത്യങ്ങളാണ്. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷത്തിനുള്ളിൽ മാത്രം കേരളത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചത് 7299 പേരാണ്. ഇതിൽ 82% ഹിന്ദുക്കളും 18% ക്രൈസ്തവരുമാണ്. ഓരോ വർഷവും ശരാശരി 1400-ലധികം ആളുകൾ ഇവിടെ മതം മാറ്റപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മതം മാറിയവരിൽ 61% പേരും പ്രണയക്കെണിയിൽ കുടുങ്ങിയവരാണ്. ചില മുസ്ലിം യുവാക്കളും മതതീവ്രവാദ സംഘടനകളും ചേർന്ന് ആസൂത്രിതമായാണ് ഈ ലവ് ജിഹാദ് നടപ്പിലാക്കുന്നത്. ഇതിനായി കേരളത്തിൽ പ്രധാനമായും 2 കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട്ടെ തർബിയത്തുൽ ഇസ്ലാം സഭയും പൊന്നാനിയിലെ മൗനത്തുൽ ഇസ്ലാം സഭയും. ഈ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭൂരിഭാഗം മതപരിവർത്തനങ്ങളും ഔദ്യോഗികമായി നടക്കുന്നത്. ലക്ഷ്യമിടുന്നത് പൊതുവെ സാധാരണ കുടുംബത്തിൽപ്പെട്ടതോ അണുകുടുംബങ്ങളിൽ നിന്നുള്ളവരോ ആയ പെൺകുട്ടികളെയാണ്. അവരെ പ്രണയം നടിച്ചു വശത്താക്കി വൈകാരികമായി തളർത്തി ഒടുവിൽ ഈ കേന്ദ്രങ്ങളിൽ എത്തിച്ച് മതപരിവർത്തനം നടത്തുന്നു. 18നും 25നും ഇടയിൽ പ്രായമുള്ള രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത പെൺകുട്ടികളാണ് ഈ കെണിയിൽപ്പെടുന്നവരിലേറെ. വോട്ട് ബാങ്ക് ഭയന്ന് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ കണ്ണടയ്ക്കുകയാണ്. പ്രണയത്തിന്റെ മറവിൽ നമ്മുടെ പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഈ സംവിധാനങ്ങൾ തിരിച്ചറിയുക. സത്യങ്ങൾ വിളിച്ചു പറയുന്നത് വർഗീയതയല്ല, മറിച്ച് നമ്മുടെ സഹോദരിമാരുടെ ജീവിതം സംരക്ഷിക്കാനാണ്. പിന്നെ ഈ കേരള സ്റ്റോറിക്കെതിരെ ഡിവൈഎഫ്ഐക്ക് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. താങ്കൾക്ക് അതിൽ സന്തോഷമായിക്കാണ്. കാര്യം ഡിവൈഎഫ്ഐ പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രെഡി. 2015 അനുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അവളുടെ മുടിയൊക്കെ മുട്ടയടിച്ച് കഴുത്തിൽ കുരുക്കിട്ട് കെട്ടിത്തൂക്കി കൊന്നത് പറഞ്ഞ ഖലീൽ എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിക്ക് ഓൾറെഡി കല്യാണം കഴിച്ച് ഭാര്യയൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടി അറിയുന്നത് പിന്നെയാണ്. പിന്നീട് ഇവളെ ലൈംഗികമായി ഉപയോഗിച്ചതിനൊക്കെ ശേഷമാണ് ഇതിനെ മതപരിവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ പടമാണിത്. യു ഡെഫിനറ്റ്ലി ഗോ ദെയർ. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മതസൗഹാർദ്ദമായിട്ടുള്ള കാഴ്ചകളോടൊപ്പം തന്നെ താൻ ഇവിടെയും പോകണം. ഇല്ലെങ്കിൽ സംഖ്യകൾ മുതലെടുക്കും, ഉറപ്പാണ്. എനിക്ക് അറിയാൻ പാടില്ല. അവന്മാര് നെന്നെ വെച്ച് നീ കാസർഗോഡ് വരെ തിരുവനന്തപുരം വരെ നടന്നു തീരുമ്പോൾ തന്നെ വെച്ച് അവന്മാരെ ഒരു 1 ലക്ഷം വോട്ടെങ്കിലും കേരളത്തിൽ മറിക്കും. ഈ വൺ സൈഡ് മതേതരത്വം കളി ഇനി നടക്കത്തില്ല. ഇത് ഏത് ഷാഹിനയുടെ കൂടെ നിന്ന് വോട്ട് എടുത്താലും താൻ ഏത് കേരള സ്റ്റോറിക്കായാലും എവിടെ പോയി കിടന്ന് കുറച്ചാലും ശരി, ഈ വൺ സൈഡ് മതേതരത്വം കയ്യിൽ നിന്ന് പോയി. അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. കുറച്ച് ആൾക്കാരുടെ പേരുകളും കൂടെ ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് എന്ന് പറഞ്ഞ പയ്യൻ കല്യാണം കഴിച്ച ആദിത്യ, പിന്നെ ഷുഹൈബ് എന്ന് പറഞ്ഞ പയ്യൻ കല്യാണം കഴിച്ച നന്ദ, അഫ്താഖ് എന്ന് പറയുന്ന പയ്യൻ കല്യാണം കഴിച്ച ശ്രദ്ധ. ഈ പെൺകുട്ടികളൊക്കെ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും വരും കേട്ടോ. പയ്യന്മാരെല്ലാം മുസ്ലിങ്ങളാണ്. ഷക്കീർ എന്ന പയ്യൻ പാലക്കാടാണ്, കല്യാണം കഴിച്ചത് ധന്യ. അയൂബ് അത് കോട്ടയമാണ്, കല്യാണം കഴിച്ചത് രേഷ്മ. ജസീർ കുന്നംകുളത്താണ്, കല്യാണം കഴിച്ചത് സുചിത്ര. പിന്നെ കണ്ണൂര് അക്സാം എന്ന് പറഞ്ഞ ഒരു പയ്യൻ കല്യാണം കഴിച്ചത് ടിനു. പിന്നെ രേഷ്മയെ കല്യാണം കഴിച്ചത് അക്താർ. ഇതിൽ തനിക്കൊരു പ്രശ്നം വരികയെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളൊന്നും ജീവനോടില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കോതമംഗലത്ത് TTCക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇതുപോലെ സോന എൽദോസ്, തന്റെ മതത്തിലുള്ള ആൾക്കാരാണ്, ആത്മഹത്യ ചെയ്തു. ആൺ സുഹൃത്ത് റമീസിന്റെ വീട്ടിൽ റമീസും ബന്ധുക്കളും പൂട്ടിയിട്ട് മതം മാറാൻ നിർബന്ധിച്ചു എന്നാണ്. ലവ് ജിഹാദൊന്നും ഇല്ല കേട്ടോ, ഞാൻ അതിനി പറയുന്നില്ല, ലവ് ജിഹാദൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി താങ്കൾ പോയാൽ നല്ല കാര്യം. ഈ വൺ സൈഡ് അടിച്ചു കഴിഞ്ഞാൽ സംഖ്യകൾ തന്നെ വെച്ച് കാശുണ്ടാക്കും. ഇയാൾ ഈ പറയുന്ന കണക്ക് പരമപവിത്രമതാമി മണ്ണിൽ അതിനെ 4 ഉപദേശിക്കുക, അതിനെ 4 ചീത്ത പറയുക, സംഖ്യകളുടെ ചരിത്രം, ഇന്ത്യയുടെ പൈതൃകം, ഇതൊന്നും ഇയാൾ നമ്മളാരെയും പഠിപ്പിക്കാൻ വരണം. കാര്യം നമുക്ക് അറിഞ്ഞുകൂടാത്ത പൈതൃകമൊന്നും അല്ല ക്രിസ്ത്യാനിറ്റിയുടെ പൈതൃകവും ഇസ്ലാം മതത്തിന്റെ പൈതൃകവും. ഇനി ഇതിനൊക്കെ പൈതൃകം എന്ന് പറയാൻ എന്താണ് ഇരിക്കുന്നത്? ആകെപ്പാട് 1500 വർഷം മുമ്പുണ്ടായ ഈ 2 മതങ്ങൾ ഞാനും നിങ്ങളും ഒരു ദിവസം ഒന്നിരുന്ന് സംസാരിച്ചാൽ തന്നെ ഈ 2 മതങ്ങളുടെ ചരിത്രം തീരും. നമ്മൾ അതൊന്നും പറയാൻ, ഈ മതങ്ങൾ തമ്മിലൊന്നും ഇനി ആ കാലഘട്ടം കഴിഞ്ഞു. സംഘം അതിനേക്കാളൊക്കെ അപ്പുറത്ത് പോയി, കാസ്റ്റൊക്കെ പറിച്ചെറിഞ്ഞ് അതൊക്കെ ദൂരെ പോയി. പക്ഷെ എന്നാലും നമ്മുടെ പൈതൃകത്തിൽ നമ്മൾ നേടിയ നല്ല നല്ല നേട്ടങ്ങൾ, ഇനിയിപ്പോ ഇവിടെ ഇനി വിദ്യാഭ്യാസമേ കൊണ്ട് തൊലിച്ചത് ഇംഗ്ലീഷുകാർ വന്നുകൊണ്ടാണെന്ന് നീ വെച്ചോ. അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റിനൊക്കെ അവന്മാര് മുതലെടുത്തു എന്നുള്ള ചരിത്രവും സത്യമാണ്. പക്ഷെ നളന്ദ, തക്ഷശില പോലുള്ള യൂണിവേഴ്സിറ്റികൾ, സർവകലാശാല എന്നൊരു കൺസെപ്റ്റ് പോലും യൂറോപ്യന്മാർക്ക് അറിയാത്ത കാലഘട്ടത്തിൽ ഇന്ത്യയിൽ 12ഓളം യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിച്ചിരുന്നു. ഇതൊക്കെ കത്തിച്ചത് മുഗളന്മാരാണ് കേട്ടോ, പലവന്മാരെ സമ്മതിക്കത്തുമില്ല. കാന്തള്ളൂർ ശാലയുണ്ട് കേരളത്തിൽ, ദക്ഷിണ നളന്ദ എന്നൊക്കെ പറയാം. അവിടെ ഒന്നും കാസ്റ്റ് സിസ്റ്റം ഇല്ലായിരുന്നു, എല്ലാവർക്കും പഠിക്കാമായിരുന്നു. ഇതൊക്കെ പഴയ ആയി രാജവംശമൊക്കെ കേട്ടിട്ടുണ്ട്, ഏകദേശം ഒരു 2000 വർഷമൊക്കെ മുമ്പൊക്കെ ഉള്ളത്. ആൻഷ്യന്റ് കേരള ഹിസ്റ്ററിയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൽ കിട്ടും. ആയി രാജവംശം, ആയി കുടി. അപ്പൊ ആ കാലഘട്ടത്തിലെ അതൊക്കെ ജനപദങ്ങളാണ്.
വലിയ രാജവംശമൊന്നുമില്ല. അവിടെ ഈ കാസ്റ്റ് സിസ്റ്റത്തിന്റെ വേർതിരിവ് വല്ലാതെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതൊക്കെ ഈ സംഘം ഏടുകളിലാണ് കിട്ടുക. അകനാനൂർ, പുറനാനൂർ, തോൽക്കാപ്യം, ഇതൊക്കെ ചെറിയ ചെറുതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഇത് തന്നെ പഠിച്ചുകൊണ്ടിരുന്നില്ല, ഇംഗ്ലണ്ടിന്റെ ഒക്കെ ചരിത്രം പഠിക്കാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ റഷ്യയുടെ ഒക്കെ ചരിത്രം പഠിക്കാം. എല്ലായിടത്തും ഈ കുത്തിത്തിരിപ്പും താഴ്ന്ന ജനവിഭാഗം, അവരെ അടിച്ചമർത്തൽ, അവരെ വെട്ടിക്കൂട്ടൽ, അവരെ അടിമയാക്കൽ, ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കാർക്കും ഈ രാജ്യത്തെ ഇസ്ലാം മതത്തിനും ക്രിസ്തു മതത്തിനും ഒന്നുമില്ലാത്ത ഒരു നല്ല ഭൂതകാലം എനിക്കുണ്ടാവണമെന്ന് സത്യം പറഞ്ഞ് എനിക്കൊരു വാശിയില്ല. ഒരു അവർണനായ എനിക്ക് മറ്റൊരു സവർണരോടും ഒരു ദേഷ്യവുമില്ല. മനസ്സിലായില്ലേ? ഇത് നീ മനസ്സിലാക്കുക, എന്നിട്ട് ഈ യാത്ര തുടരുക. ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ പറയാനുള്ള നട്ടലും തൻ്റെ ഇടമൊന്നും നിനക്കില്ല. എന്നെ നോക്കൂ, ഞാനിപ്പോൾ മതസൗഹാർദ്ദം വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾക്കിടയിലെ ജാതീയത ഞാൻ വ്യക്തമായി പറഞ്ഞു, ജാതീയതയിൽ ഞങ്ങൾ അടിച്ചമർത്തിയിരുന്നത് വ്യക്തമായി പറഞ്ഞു, നവോത്ഥാനത്തെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന നവോത്ഥാനം. അപ്പോൾ ഇതൊക്കെ നമ്മളെ സഹായിച്ച ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ബടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, തൈക്കാട്ടയ്യ, വൈകുണ്ഠ സ്വാമികൾ, പറഞ്ഞു പൊയ്കേൽ യോഹന്നാൻ, അങ്ങനെ നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം ആൾക്കാർ നമ്മുടെ നവോത്ഥാനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അവർക്കൊക്കെ ഒരു വലിയ സല്യൂട്ട്. ഇന്നും ആ പക ഇങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കണം. അതൊക്കെ വെറുതെ. എങ്ങനെയാണെങ്കിൽ ഈ സെന്റ് സേവിയർ എന്ന് പറഞ്ഞ ഒരു പുണ്യാളച്ചൻ 60,000 പേരെയൊക്കെയാണ് ക്രിസ്തു മതത്തിൽ ചേരാത്തതിന് കൊന്നു കളഞ്ഞത്. പുള്ളിക്ക് പള്ളി വരെ ഉണ്ട് കേട്ടോ. ഇവനെ നമ്മൾ ആരാധിക്കുന്നില്ല. ഫ്രെഡി തന്നെ ആലോചിക്കുക. ഫ്രെഡിക്ക് തന്നെ കുറെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ ഹിന്ദു ആയിരിക്കും. അതിൽ നാണക്കേടുണ്ടാവും. ക്രിസ്ത്യാനിയായിട്ട് നാണക്കേടില്ലാതൊക്കെ ആയിരിക്കും താൻ കരുതുന്നത്. നാണം കെടാനായിട്ട് അതിൽ ഇഷ്ടം പോലെ ഉണ്ട്. വേണേ നാണം കെടുത്തുകയും ചെയ്യാം. പിന്നെ അത് പറഞ്ഞിട്ട് ഈ BJPയോട് ഈ ക്രിസ്ത്യാനികൾ അടുക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഈ ഹിന്ദു മതത്തെ ചൊറിയുക, അത് കേട്ടിട്ട് സംഘികൾ ക്രിസ്ത്യാനിറ്റിയെ ചൊറിയുക, ഇസ്ലാമിൽപ്പെട്ട ആൾക്കാർ സംഘികളെ ചൊറിയുന്നു എന്ന് പറഞ്ഞ അവന്മാർ ഹിന്ദുവിനെയും ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും ചൊറിയുക. അപ്പോ സംഘികൾ എന്ത് ചെയ്യും? നേരെ ക്രിസ്തു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും പൈതൃകത്തെ ചൊറിയും. ഇത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. കണ്ട യുവമാർക്ക് ക്രിസ്ത്യാനികളെ ഇത്ര വെറുപ്പാണ്, കണ്ട ഇവർക്ക് മുസ്ലിങ്ങൾ ഇത്ര വെറുപ്പാണ്. ഈ ഒരു വർഗീയ വേഷമല്ലേ അളിയാ നീ കൊണ്ടു നടക്കുന്നത്? അപ്പൊ നിന്റെയൊക്കെ ഉള്ളിലിരിക്കുന്നതൊക്കെ പച്ചയായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ എനിക്കന്ന് മനുഷ്യത്വവും ഇല്ല. കേരളത്തോട് അകമഴിഞ്ഞ സ്നേഹമാണ്. ഇയാളൊരു 10 കൊല്ലം മുമ്പ് പ്രതികരിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞ പെൺകുട്ടികളൊക്കെ വീടുകളിലൊന്ന് പോകണമായിരുന്നു. അന്ന് താൻ പ്രതികരിച്ചില്ലെങ്കിൽ പോട്ടെ, തനിക്ക് ഇന്ന് പറയാമായിരുന്നു. അന്നുണ്ടായിരുന്ന രാഷ്ട്രീയക്കാരൊക്കെ എന്നെ പിണ്ണാക്കട ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എന്തുകൊണ്ട് അതിനെതിരെ ഒന്നും പ്രതിഷേധിച്ചില്ല? ഇത്രയും എന്താ പറയുക, ഓർഗനൈസ്ഡ് ആയിട്ട് ഈ ക്രൈം ഇവിടെ നടന്നുകൊണ്ടിരുന്നിട്ടോ അന്ന് പ്രതികരിക്കാതെ ഇന്നിരുന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ സിനിമ എത്തേണ്ടവരടുത്തൊക്കെ എത്തും, അവർ കാണിക്കേണ്ടവരെയൊക്കെ കാണിക്കും, റീച്ച് ആകേണ്ട എല്ലാ കോർണറുകളിലും സാധനം റീച്ച് ആകും. നീ അതോർത്ത് വിഷമിക്കണം. എന്തായാലും ഇത്തരം മതസൗഹാർദ്ദങ്ങളൊന്നും പറയാൻ കെൽപ്പില്ലാത്ത, തൻ്റെ ഇടമില്ലാത്ത നീ കേരളത്തിന്റെ തെക്ക് തൊട്ട് വടക്ക് വരെ നടക്കുന്നതിലൂടെ ഉപകാരം ആർക്കാണെന്ന് തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്തായാലും 2% വോട്ട് പെർസെന്റേജ് പോലും ഇല്ലായിരുന്ന കേരളത്തിൽ BJP നിന്നെപ്പോലുള്ള ഒരുപാട് പേരുടെ, ഇതിന്റെയൊക്കെ വലിയ ഗുണാണ്ടർമാരുണ്ടായിരുന്നു, അവന്മാരുടെയൊക്കെ ഒരു സഹായം കൊണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു 20%, ഒഫീഷ്യലി അൺഒഫീഷ്യലി 25%-ന് മേലെ പോകും, നമുക്കറിയാം. അപ്പൊ അത്രയും എത്തിച്ചതിൽ വളരെ നന്ദി. ജയ് ഹിന്ദ്.